ഇറാൻ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയല്ലേ ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ചും ആ പ്രദേശത്ത് റീജിയനിൽ ഒരു സുഹൃത്തുക്കളും ഇല്ലാതെ വരികയല്ലേ ഇറാൻ. സ്വയം കൃതാനർത്ഥം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതേസമയം മേഖലാ ശക്തിയായി അനിഷേധ്യ നേതാവായി ആ പ്രദേശത്തിന്റെ മുഴുവൻ ശബ്ദമായി, അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ, പാശ്ചാത്യ വിരുദ്ധ പോരാട്ടത്തിന്റെ ലോകത്തെ തന്നെ എപ്പി സെന്ററായി ഇറാൻ മാറുക എന്ന, അതായത് ഒരു പുതിയ ക്രമത്തിൽ അത് ലീഡ് ചെയ്യാൻ വേണ്ടി, അതായത് രണ്ടാമത്തെ സിവിലൈസേഷണൽ ഒരു ഒരു ഐഡന്റിറ്റിയായി ഇറാൻ ഉയരുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് രണ്ട് ഭാഗത്തും. ഒന്ന്, ഇറാൻ സ്വന്തം ജനത, അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരു ഡിവൈഡ്, ഒരു മൾട്ടിപ്പിൾ ലെവൽ ഡിവൈഡാണ് ഒരുപക്ഷെ അമേരിക്കൻ തിങ്ക് ടാങ്കുകൾ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, ഷിയ സുന്നി ഡിവൈഡ്. ഇറാനെ ഷിയ രാജ്യമായി മാത്രം കണ്ടുകൊണ്ട്, ഇറാൻ ഒരു സിവിലൈസേഷൻ പവർ, ഷിയ പവർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു മുസ്ലിം രാജ്യമാണ്. പക്ഷെ ഷിയ ഒരു റെറ്ററിക് അല്ലെങ്കിൽ റെവല്യൂഷണറി മോഡൽ, ആന്റി അമേരിക്കൻ, ആന്റി വെസ്റ്റ് റെവല്യൂഷണറി മോഡൽ, ഒബ്സ്കുറാന്റിസ്റ്റ് റെവല്യൂഷണറി മോഡൽ എന്ന് പറഞ്ഞാൽ അന്ധമായ അമേരിക്ക വിരുദ്ധത, അതിലൂടെ ഇറാന് വളർന്നു വരാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് മാറി നിന്ന്. അതായത് സൗദി അറേബ്യ ചെയ്തതുപോലെ ഓരം ചേർന്ന് നിന്ന്, അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്ക നൽകുന്ന ടെക്നോളജിയും അമേരിക്ക നൽകുന്ന സുരക്ഷിതത്വവും അമേരിക്ക നൽകുന്ന വിപണന സാഹചര്യവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള ഇറാൻ എന്തുകൊണ്ട് വിത്തിൻ ക്വട്ടേഷൻ ബുദ്ധിപൂർവം കളിക്കാൻ കഴിഞ്ഞില്ല? ഷായുടെ കാലത്ത് ഇതുപോലെ എന്തുകൊണ്ട് നിന്നില്ല? ഇറാനിയൻ റവല്യൂഷനിലൂടെ ഷായുടെ കാലത്ത് കെട്ടിപ്പടുത്ത സുഗമമായ ഇറാൻ അമേരിക്ക ബന്ധം എന്തിനു വേണ്ട എന്ന് വെച്ചു. അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട്, ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട്, ആ മേഖലയിൽ മാത്രമല്ല ലോകത്താകപ്പാടെ ഒറ്റപ്പെട്ട ആക്സിസ് ഓഫ് ഈവിൾ എന്ന് മുൻപ് ബുഷ് പറഞ്ഞ ഒരു രാജ്യമായി ഇറാൻ മാറിയത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ആ ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രസക്തമായി ചോദിക്കുന്നു. ഇറാന് മാറി ചിന്തിക്കാൻ സമയമായോ? ഇറാൻ ഒരു പുതിയ ഭരണകൂടം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പുതിയ ഭരണകൂടം വന്നാൽ റിലിജിയസ് ക്ലറിക്സ്, അതായത് ആയത്തുള്ള മുജ്തബ ഖുമൈനി നയിക്കുന്ന മതഘടനകൾക്ക് പ്രാധാന്യമുള്ള IRGC അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘടനയിൽ നിന്നുകൊണ്ട് ഇറാനെ ഒരിക്കലും ഫോറിൻ ക്യാപിറ്റൽ കൊണ്ടുവരാനാവില്ല, സുഗമമായി എണ്ണ വിൽക്കാനാവില്ല. ഭാവിയിലും പലതരത്തിലുള്ള ഉപരോധങ്ങളാൽ നട്ടം തിരിയും. അങ്ങനെ ഇറാൻ പെർമനന്റ്ലി ഒരു ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് രാജ്യമായി ആ മേഖലയിൽ മാറും. ഡിസ്പൈറ്റ് ഓൾ ദ വെൽത്ത്, ഇഷ്ടംപോലെ വെൽത്ത് ഉണ്ട്. പക്ഷെ ഏറ്റവും ആ ഗൾഫ് മേഖലയിൽ, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലും ആ ഒരു പ്രദേശത്ത് വെസ്റ്റ് ഏഷ്യയിൽ ആകമാനം നോക്കിയാൽ ഏറ്റവും താഴെയുള്ള പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു പക്ഷേ യമന്റെയാണ്. അവിടെ ആഭ്യന്തര യുദ്ധം കൊണ്ട് കാര്യമായ സമ്പത്തില്ല, ആഭ്യന്തര യുദ്ധമാണ്, വളരെ കുറവാണ്. പക്ഷെ പിന്നെ താഴെ നിൽക്കുന്ന കുവൈത്തിനേക്കാൾ, സൗദിയേക്കാൾ, മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഒക്കെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ താണു നിൽക്കുന്നത് 9 കോടി ജനമുള്ള ഇറാനാണ്. അത്രയും ദുർബലമായ സമ്പദ് വ്യവസ്ഥ ആ വലുത് ഇറാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇറാൻ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ ആ ചിന്തകളെല്ലാം നിൽക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിച്ച് സ്വന്തം അസ്തിത്വം എങ്ങനെ നിലനിർത്താം? ഇറാന്റെ കൾച്ചർ നിലനിൽക്കണം, ഇറാന്റെ ട്രഡീഷൻസ് നിലനിൽക്കണം. ചരിത്രത്തിലെ മണിമുത്തുകളാണ് ഇറാന്റെ ഭൂതകാലം എന്ന് പറയുന്നത്. എത്രയോ പേർഷ്യൻ സിവിലൈസേഷൻ, എത്രയോ മകുട ഉദാഹരണങ്ങൾ. വാസ്തുശില്പം, പേർഷ്യൻ വാസ്തുശില്പം, പേർഷ്യൻ കരകൗശല വസ്തുക്കൾ, പേർഷ്യൻ കാർപ്പറ്റ് എന്ന് വേണ്ട, പേർഷ്യൻ കാറ്റ് പേർഷ്യൻ കാറ്റ് ഒരു സൃഷ്ടി അല്ലാതെ സംഭവിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ലോകത്തിന്റെ തന്നെ പൈതൃകമായി മാറിയില്ലേ? അങ്ങനെ ഒരു സിവിലൈസേഷനെ ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കൽ പ്രക്രിയയിൽ വരുന്ന അപാകത കൊണ്ട് എന്തിനാ സിവിലൈസേഷൻ തന്നെ ഇല്ലാതാക്കണം? ട്രംപിന്റെ വായിലിരിക്കുന്ന കേട്ടില്ലേ, ഞങ്ങൾ ആ സംസ്കാരത്തെ തന്നെ തച്ചുടയ്ക്കും, ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടും. ഒന്ന് വഴങ്ങിക്കൊടുത്താൽ പോരെ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കില്ലേ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. മറുവശത്ത് അങ്ങനെയല്ല, അഭിമാനമാണ് വലുത്. ഭാവിയിൽ മാറി വരുന്ന ഒരു ലോകക്രമത്തിൽ താങ്കൾക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ ഏറെ പീഡനം അനുഭവിച്ചാലും, ഏറെ തുച്ഛീകരിക്കപ്പെട്ടാലും, ഏറെ താഠനം ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഹോർമൂസ് എന്നത് തങ്ങളുടെ കൈവശം വന്ന് ചേരുകയാണെങ്കിൽ, അതിന്റെ നിയന്ത്രണം കൈവന്ന് ചേരുകയാണെങ്കിൽ തങ്ങൾ ഇനി കപ്പം പിരിക്കും, ചുങ്കം പിരിക്കും. അത് മാത്രമല്ല, തങ്ങൾ എണ്ണ വിൽക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഉപരോധം മാറിയേ മതിയാവൂ.
എക്കാലത്തും ഒരു ഉപരോധവും നിലനിൽക്കാനാവില്ല. അങ്ങനെയുള്ള ഗ്ലോബലൈസ്ഡ് വേൾഡാണിത്. അങ്ങനെ അമേരിക്കയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രം എത്ര കാലം ഉപരോധം നിൽക്കും? മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കട്ടെ. ഇറാൻ മാത്രമല്ല തകരുന്നത്, ഇറാൻ സിങ്സ്, സോ ആർ ദി പേർഷ്യൻ ഗൾഫ് കൺട്രീസ്. നാളെ ഒരു പുനർവിചിന്തനം വരില്ലേ? പേർഷ്യൻ ഗൾഫിലെ ഓരോ രാജ്യവും പറയില്ലേ, അമേരിക്ക ഈസ് എ ലയബിലിറ്റി, നോട്ട് ആൻ അസറ്റ്. തങ്ങളെ സംരക്ഷിക്കാൻ വന്ന അമേരിക്ക സ്വന്തം താവളങ്ങൾ പോലും സംരക്ഷിക്കാനാവാതെ വരുമ്പോൾ എന്ത് അമേരിക്കൻ സംരക്ഷണം? ഇത് ചോദിക്കുന്നത് മുജ്തബ ഖുമൈനിയാണ്. ഇറാനിൽ നിന്നുകൊണ്ട് മുജ്തബ ഖുമൈനി ഗൾഫ് രാജ്യങ്ങളെ നേരെ നോക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷ എങ്ങനെ ലഭിക്കും? അമേരിക്കയ്ക്ക് സ്വന്തം താവളങ്ങൾ, അവിടെയുള്ള സ്വന്തം താവളങ്ങൾ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാൻ കഴിയാതെ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ? അതുകൊണ്ട് തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നതിന്റെ ഒരു സൂചനയാണ്. അങ്ങനെയെങ്കിൽ സന്ധി ചെയ്തു പോയാലോ? ഒരു ചിന്തയുണ്ടാവും, സ്വാഭാവികമാണ്. ഇറാനുമായി മറ്റു പ്രശ്നങ്ങളില്ലല്ലോ, സന്ധി ചെയ്തു പോയാൽ മതിയല്ലോ. അമേരിക്കയ്ക്ക് താവളം കൊടുത്തു എന്നത് മാത്രമാണ് പ്രശ്നം. അമേരിക്കയ്ക്ക് താവളം കൊടുക്കുന്ന സൗദിയുടെയും UAEയുടെയും മറ്റും നിലപാട്, അതിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി ഉടനെ ഉണ്ടാവില്ല. അത് ലോജിക്കലല്ല. പക്ഷേ ആത്യന്തികമായി ഒരു അഴിച്ചുപണി, പുനർവിചിന്തനം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാവൂ എന്ന് ഇറാൻ കരുതുന്നു. അങ്ങനെ കരുതുന്ന മറ്റുള്ളവരുമുണ്ട്. ഇറാന്റെ ആ മേഖലയ്ക്ക് പുറത്തുനിന്ന് കരുതുന്നവരുമുണ്ട്. ഇപ്പൊ രണ്ട് രീതിയിലുള്ള ചിന്തകളാണ് ഏറ്റുമുട്ടുന്നത്. ഒരു വശത്തെ മാറ്റങ്ങൾ അനിവാര്യമാണ്, ഇറാൻ വഴങ്ങി കൊടുത്തെങ്കിലേ പറ്റൂ. മറുവശത്തെ ഇറാൻ വഴങ്ങേണ്ട ആവശ്യമില്ല, ഇപ്പോൾ കണ്ണ് ചിമ്മാതെ ഇരുന്നാൽ ഭാവിയിൽ നേട്ടങ്ങളെല്ലാം വരും. അമേരിക്ക എന്ന കശ്മലനെ, വേതാളത്തെ ഗൾഫ് രാജ്യങ്ങളുടെ മുതുകിൽ നിന്നും താഴെ ഇറക്കി വെക്കാം, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു വിടാം. അവിടെ സമഗ്രമായ ഒരു മേഖലാ കരാറിലൂടെ ബാഹ്യശക്തികൾക്ക് പ്രാധാന്യമില്ലാത്ത, ബാഹ്യശക്തികൾക്ക് പങ്കാളിത്തമില്ലാത്ത, ചൈനക്കോ റഷ്യക്കോ അമേരിക്കക്കോ പങ്കാളിത്തമില്ലാത്ത, എന്നാൽ ഇസ്രയേലിനും ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും പങ്കാളിത്തമുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള സമഗ്രമായ ഉടമ്പടിയിലേക്ക് നീങ്ങിയാൽ അവിടെ വീണ്ടും അത്ഭുതങ്ങൾ വിളയും. സമാധാനം ഉള്ളിടത്ത് മാത്രമേ അത്ഭുതകരമായ സാമ്പത്തിക പുരോഗതി ഉണ്ടാവൂ. ഈ സമാധാനം കളയുന്നത് പെർസീവ്ഡ് ത്രെഡ്സിന്റെ ബേസിസിലല്ലേ? ഇത് പെർസെപ്ഷൻസിലെ ത്രെഡ്. എന്തിന് ഇറാൻ ആണവ ആയുധങ്ങൾ? എന്തിന് ഇസ്രായേലിന് ആണവായുധങ്ങൾ? പെർസെപ്ഷൻസ് ആണ്. ത്രെഡ് പെർസെപ്ഷൻസ്. തങ്ങളെ ആക്രമിക്കും. അതുകൊണ്ട് തങ്ങൾ ഡിറ്ററൻസിന്റെ ഭാഗമായി, സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ കരുതി വെക്കണം. ഈ ആണവിഷയത്തിലേക്ക് ഉൾപ്പെടെ വന്നത് മേഖലയിലെ ആക്രമണ സാധ്യതയാണ്. അത് ബാഹ്യശക്തികൾ ഇത് കൂടുതൽ ഊതി പെരുപ്പിച്ച് കൂടുതൽ ആക്രമണ സാധ്യത ഉണ്ടെന്ന് വരുത്തി തീർത്തു. എന്നിട്ട് ഈ മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചെന്നായി ഇതിനിടയിൽ നിന്നുകൊണ്ട് രക്തം ഊറ്റി കുടിക്കുന്ന ഒരു പണിയല്ലേ അമേരിക്ക ചെയ്യുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇസ്രായേൽ വേറിട്ട് നിൽക്കുന്നു, ശരിയാണ്. പക്ഷെ ഇസ്രായേലിനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇസ്രായേലിനെ ഉപേക്ഷിക്കുക എന്നതല്ല, ഇസ്രായേലിനെ ശത്രുവായി കാണുക എന്നതല്ല. ഇസ്രായേൽ ചെയ്ത ചരിത്രപരമായ തെറ്റുകൾ തന്നെയാണ്. അത് അംഗീകരിക്കണം, ഇസ്രായേൽ അംഗീകരിക്കണം. കടന്നുകയറ്റങ്ങൾ തെറ്റാണ്. പാലസ്തീൻ ജനതയ്ക്ക് വസിക്കാൻ ഭൂമി ഉണ്ടാകണം, പാരലൽ ടു ഇസ്രായേൽ. ആ ജനത ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി പരമാധികാര രാജ്യമായി അംഗീകരിക്കണം. ഇസ്രായേൽ മറ്റു രാജ്യത്തെ ആ പലസ്തീനിയനെ അംഗീകരിക്കണം. അമേരിക്കയ്ക്ക് എന്ത് കാര്യം? എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ലേ, മിഡിൽ ഈസ്റ്റ് പീസ് പ്രോസസ്സിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? ഗാസ സമാധാന പദ്ധതിയിൽ ട്രംപിന് എന്ത് കാര്യം? എന്ത് കാര്യം? അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കുമ്പോൾ യുക്തമായ തീരുമാനം എടുക്കണമെങ്കിൽ ശക്തമായ ഇറാൻ, ശക്തമായ ഇസ്രായേൽ, ശക്തമായ സൗദി, മേഖലയിലെ മറ്റു ശക്തികൾ എന്ന് പറഞ്ഞാൽ തുർക്കി ഉൾപ്പെടെ. തുർക്കി സ്വല്പം വടക്കാണ്, നോൺ അറബ് കൺട്രിയാണ്, വടക്ക് കിടക്കുന്ന രാജ്യമാണ്. പടിഞ്ഞാറ് കിടക്കുന്ന ഈജിപ്റ്റ്, ആഫ്രിക്കയിലാണ് ഈജിപ്റ്റ്. ഈ പ്രധാന ശക്തികൾ അവർ സഹോദര രാജ്യങ്ങളായി മുസ്ലിം ഒരു ഏകോപനം, സാഹോദര്യത്തിന്റെ ഒരു സ്വരത്തിൽ അതിനുള്ളിലെ വൈജാത്യങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അന്യ സംസ്കാരങ്ങൾക്ക്, അന്യ ശക്തികൾക്ക് അവിടം താവളം ഒരുക്കാതെ ടെക്നോളജി വില കൊടുത്ത് വാങ്ങാനുള്ള റിസോഴ്സ് ഉണ്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ. ഇതൊക്കെ റിസോഴ്സ് ക്രഞ്ചുള്ള രാജ്യങ്ങളല്ല. യമനെ ഒഴിച്ചു നിർത്തിയാൽ റിസോഴ്സ്, എണ്ണ വിഭവമുള്ള, പ്രകൃതി വിഭവങ്ങളുള്ള, തർക്കമില്ലാത്ത മാനവശേഷിയുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. അവർക്ക് സമഗ്രമായി ഇന്ത്യയിൽ നിന്നൊക്കെ ഉൾപ്പെടെ ചീപ്പ് ലേബർ ഉപയോഗിക്കാൻ കഴിയും, ടെക്നോളജി ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയും. റിസോഴ്സ് ഇല്ലെങ്കിൽ പെട്ടു. എണ്ണപ്പന മാത്രമല്ല, ഈന്തപ്പഴം മാത്രമല്ല, മറ്റ് കാര്യങ്ങളുണ്ട്. അവിടെ ബാഹ്യ ഇടപെടൽ ഇല്ലാത്തൊരു ലോകം ഇത് സാധ്യമാവുമോ എന്നതാണ്. അതുകൊണ്ടാണ് ഏറെ മാറി ചിന്തിക്കലുകൾ ഇപ്പോൾ നടക്കുന്നു. അവിടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അക്രോസ് ദി പേർഷ്യൻ ഗൾഫ്
there can be possibility of rapprochement എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പിന്റെ അനുഭവം, വിട്ടുവീഴ്ചകൾ, സമവായം. ഇതെപ്പോഴും മുറിവുകളുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിന്റെ മുറിവുകളുണ്ട്. അത് ഒരിക്കലും ഉറക്കാനാവാത്ത മുറിവുകളല്ല. ശത്രുതയുടെ അടിസ്ഥാനം അമേരിക്കയാണ്. അമേരിക്ക മാറിക്കഴിഞ്ഞാൽ മാറാവുന്ന ശത്രുതയേ ഉള്ളൂ. ആ രീതിയിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉടനെ നടക്കില്ല, നമുക്കറിയാം. ഞാൻ ഒട്ടും ഉട്ടോപ്യനായി ചിന്തിക്കുന്ന ആളല്ല. എനിക്കറിയാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അമേരിക്ക മാറിപ്പോവില്ല. പക്ഷെ അമേരിക്കയ്ക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാൻ കഴിയണം. അമേരിക്ക ട്രംപിന്റെ മാത്രം ഫിലോസഫി മതിയാകും. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടി നടന്ന് ഇടപെടുക എന്നല്ല. ഒരിടത്തും ഇടപെടാതെ, അമേരിക്കയുടെ പണം വേണ്ടാത്തടത്ത് കൊണ്ടുപോയി കളയാതെ, ഇനി യുദ്ധം ചെയ്യുമ്പോഴും അതിനകത്തൊരു സാമ്പത്തിക ലാഭം നോക്കാതെ സ്വന്തം മേഖല, അത് വേണമെങ്കിൽ മൺട്രോ ഡോക്ടർ അനുസരിച്ച് തന്നെ പോകാം. അമേരിക്കകൾ, മധ്യ അമേരിക്ക, വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം, തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം, അവിടെയുള്ള രാജ്യങ്ങൾ, ഇവിടേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവിടെ എണ്ണ പോലും ഉത്പാദിപ്പിക്കട്ടെ, കമ്പീറ്റ് ചെയ്യട്ടെ. വെസ്റ്റ് ഏഷ്യയിലെ ഓയിലും അമേരിക്കൻ ഓയിലും തമ്മിൽ കമ്പീറ്റ് ചെയ്യട്ടെ. ലെറ്റ് ദ ബെസ്റ്റ് പ്രൈസസ് പ്രിവെയിൽ. ആ ബെസ്റ്റ് പ്രൈസസ് എവിടെയാണോ, ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്ന എവിടെയാണോ, ഗുണമേന്മയുള്ള എവിടെയാണോ, അവിടെ രാജ്യങ്ങൾ വാങ്ങിക്കൊള്ളും. അല്ലാതെ ഒപ്പക്കിനെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുക, ഒപ്പക്കിൽ നിന്നും ആരെങ്കിലും വിടർത്തിയെടുക്കുക, അതിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ബാഹ്യ ശക്തികൾ, അമേരിക്കയാണെങ്കിലും റഷ്യ, ചൈനയാണെങ്കിലും ബാഹ്യ ശക്തികൾ ഗൾഫ് പ്രദേശത്തിന് ഒരു ബാധ്യതയാണ്. ആണ്. ഇത് നിഷ്പക്ഷമായി പറയുന്നതാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനാവുമോ? അവരുടെ രാജഭരണങ്ങൾ നിലനിർത്തുന്നത് അമേരിക്കയാണെന്ന് അവർ ചിന്തിക്കുന്നു. എന്ത് ചെയ്യും? സ്വയം റിഫോം ചെയ്യുകയും. സൗദി ഉൾപ്പെടെ മുഹമ്മദ് ബിൻ സൽമാനൊക്കെ എത്രയോ റിഫോമിസ്റ്റ് മൈൻഡിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഭാവിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അറബ് ലോകത്തെ പല നേതാക്കളും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാകാതെ സമഗ്രമായി വെൽത്തിന്റെ ഒരു വിതരണ പ്രക്രിയ നടക്കുന്നിടത്തോളം കാലം അവിടെ അൺട്രസ്റ്റ് ഉണ്ടാവില്ല. അമേരിക്കയുടെ ചിറങ്ങിന് കീഴിൽ നിന്നും പുറത്തു വരേണ്ട സമയമായി. അത് ആരെയും വെല്ലുവിളിക്കാനല്ല, അത് ചൈനയെ വെല്ലുവിളിക്കാനല്ല. ചൈനയുമായി കച്ചവടം വേണം, റഷ്യയുമായി കച്ചവടം വേണം, വിഭവങ്ങൾ വരണ്ടേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഗൾഫിലേക്ക് വരേണ്ടത്, എണ്ണ ഒഴിച്ചുള്ള കാര്യങ്ങൾ വെളിയിൽ നിന്നും വരേണ്ടതാണ്. അതിന് ഹോർമോസ് സുഗമമായി പ്രവർത്തിച്ചേ പറ്റൂ. അതിനുള്ള വിട്ടുവീഴ്ചകൾ ഗൾഫ് രാജ്യങ്ങളും ചെയ്യണം. അമേരിക്കയെ പ്രേരിപ്പിക്കണം. ഇതാണ് ഇറാൻ പറയുന്നത്. എന്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നില്ല? പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ, പക്ഷെ നടക്കാതെ പോകുന്നു. ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇനി മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ അമേരിക്ക അവിടെ പെട്ടുപോവുകയാണെങ്കിൽ അമേരിക്ക ഉള്ളിൽ നിന്ന് തന്നെ തിരുത്തലുകൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മെച്ചപ്പെട്ട ഇത് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നെ കേൾക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ നേരിട്ടോ അല്ലാതെയോ അഫക്റ്റഡ് ആണ്. എന്നെ കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ആരെങ്കിലും ഗൾഫിലില്ലേ? അവരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ആ സംരക്ഷണം അനുഭവിക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടാകാം. എത്ര കാലം മുന്നോട്ട് പോകും? ഈ ഒരു അന്ധാണ അവസ്ഥയിൽ എത്ര കാലം മുന്നോട്ട് പോകും? ഇത് അവസാനിക്കണ്ടേ? ഇത് അവസാനിക്കണമെങ്കിൽ മാറി ചിന്തിക്കണ്ടേ? ഇത്രയും കാലം ചിന്തിച്ചിട്ട് ഒന്നും ശരിയായില്ലല്ലോ. അതുകൊണ്ടാണ് മാറി ചിന്തിക്കാനുള്ള സമയം. അമേരിക്കയെ പടിയടിച്ച് വിട്ടുവെക്കുക എന്നതല്ല, മറിച്ച് ഘട്ടം ഘട്ടമായി അമേരിക്കയുടെ എക്സ്പോഷർ അവിടെ കുറച്ചുകൊണ്ട് വരികയും സ്വയം ചില കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആ പ്രദേശത്ത് വരികയും, ഇറാനെ ചേർത്ത് പിടിക്കണം, ഇസ്രായേലിനെ ചേർത്ത് പിടിക്കണം. ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും ശത്രുക്കളല്ല, സ്വാഭാവിക എനിമീസ് എന്നൊരു കാര്യം അവിടെ ഇല്ല. കോൺഫ്ലിക്ട് ഇൻട്രസ്റ്റ് അവിടെ ഇല്ലല്ലോ. ഇറാൻ എണ്ണ ഉത്പാദിപ്പിക്കുന്നു, സൗദി ഉത്പാദിപ്പിക്കുന്നു. അവിടെ എല്ലാം എണ്ണ പുറത്തോട്ട് പോകേണ്ടത് കാർഗ് ഐലൻഡിൽ നിന്നാണെങ്കിലും സൗദി ടെർമിനൽസിൽ നിന്നാണെങ്കിലും എണ്ണ പുറം ലോകത്തേക്ക് പോകേണ്ടത് ഹോർമൂസിലൂടെയാണ്. ഇത് രണ്ട് രാജ്യങ്ങളുടെയും, ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമല്ലേ ഹോർമൂസ് തുറക്കുക എന്നത്? അമേരിക്കയുടെ ആവശ്യമല്ല. അടച്ചു കിടക്കുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്. കാരണം എന്താ? ലോകത്ത് എണ്ണ ഷോർട്ടേജ് വരുമ്പോൾ അമേരിക്കയിൽ നിന്നും ക്യൂ നിന്ന ആളുകൾ, രാജ്യങ്ങൾ എണ്ണ വാങ്ങിക്കൊള്ളും. ആ അവസ്ഥ മാറിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അമേരിക്കയെ മാത്രം നമ്പി നിൽക്കാനാവില്ല എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് മാറി ചിന്തിക്കാനുള്ള, പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാനുള്ള സമയമായി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആശയം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.